അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ കഹ്ഫിന്റെ ആമുഖമാണ് ഇന്നലെ പറഞ്ഞത്. ഇനി സൂറത്തിന്റെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് ഖുർആൻ. ആ ഖുർആൻ നൽകിയതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. പക്ഷെ അധികം ആളുകളും അതിൻ്റെ വിലയും മഹത്വവും മനസ്സിലാക്കുന്നില്ല. ഖുർആനെ നിഷേധിക്കുകയാണ് അധികം ആളുകളും ചെയ്യുന്നത്. കഴിഞ്ഞ സൂറത്തിന്റെ അവസാന ഭാഗത്ത് 105 മുതൽ ഏതാനും ആയത്തുകളിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ചും അതിൻ്റെ മഹത്വവും അത് വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതും നിഷേധികൾക്ക് താക്കീത് നൽകുന്നതുമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതേ കാര്യം തന്നെ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ മറ്റൊരു ശൈലിയിൽ പറയുന്നതാണ് എന്ന് പഠിക്കുന്ന ആദ്യ 3 ആയത്തുകളിലുള്ളത്. സർവാധിനാഥനായ ഏകനായ ഒരു ന്യൂനതയുമില്ലാത്ത പരിശുദ്ധനായ മഹാനായ അള്ളാഹുവിന് സർവസ്തുതികളും അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുക. വഖുലിൽ ഹംദുലില്ലാ, താങ്കൾ അൽഹംദുലില്ലാ എന്ന് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നതാണല്ലോ കഴിഞ്ഞ സൂറത്തിലെ അവസാന ആയത്തിലുള്ളത്. അതിനുശേഷം നേരെ ഈ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ് അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. അൽഹംദുലില്ലാ എന്നത് സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് നന്ദിയോടെ പറയുക മാത്രമല്ല, മറിച്ച് എല്ലാ അർത്ഥത്തിലും എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളവൻ അള്ളാഹു തന്നെയാണ് എന്ന പ്രഖ്യാപനമാണത്. ആര് സ്തുതിച്ചാലും ഇല്ലെങ്കിലും, ആര് നന്ദി കാണിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ അള്ളാഹു സ്വയമേ സ്തുതിക്കർഹനാണ് എന്ന ആശയം കൂടി ഈ പ്രഖ്യാപനത്തിലുണ്ട്. ആരെങ്കിലും അല്ലെങ്കിൽ ആരൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ അവഗണിച്ചാലും ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്, അള്ളാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും സ്വതവേ എല്ലാ സ്തുതിക്കും അർഹനായിട്ടുള്ളവനുമാണ് എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ മനുഷ്യനോട് അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനാരുടെയെങ്കിലും സ്തുതിയും നന്ദിയും ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് സ്തുതിക്കർഹൻ അള്ളാഹു ആണെന്ന പ്രഖ്യാപനമാണ് ഇതിലുള്ളത്. അള്ളാഹു മനുഷ്യർക്ക് ചെയ്ത വലിയ അനുഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന് സർവ്വസ്തുതികളും അർപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തൻ്റെ ദാസന് വേദം അവതരിപ്പിച്ചു കൊടുത്തവനായ അള്ളാഹുവിന് സർവ്വസ്തുതിയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിച്ചതാണ് സൂചിപ്പിക്കുന്നത്. അലാ അബ്ദിഹി എന്ന് പറഞ്ഞുകൊടുത്തുള്ള അബ്ദ്, അവൻ്റെ ദാസൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അബ്ദുകൾ തന്നെയാണെങ്കിലും തൻ്റെ ദാസൻ എന്ന് ചില സന്ദർഭങ്ങളിൽ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ പറയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ദാസൻ, തൻ്റെ ഇഷ്ടദാസൻ എന്ന ചേർത്ത് പിടിക്കലിൻ്റെ ശൈലിയിലാണ് അത് പറയാറുള്ളത്. കഴിഞ്ഞ സൂറത്ത് തുടങ്ങിയത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ചവൻ, എത്ര പരിശുദ്ധൻ, തൻ്റെ ദാസൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തൻ്റെ ദാസന് വേദം അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇനി ഇത് കഴിഞ്ഞു വരുന്ന അടുത്ത സൂറത്ത് മറിയം തുടങ്ങുന്നത് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്തിൽ അൽ കിതാബ് എന്ന് പറഞ്ഞത് ഖുർആനാണ്. മനുഷ്യന് വേണ്ട എല്ലാ നന്മകളും നേർമാർഗവും വിജയവും ഉൾക്കൊള്ളുന്ന വേദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. വലം യജ്അൽ ലഹു ഇവജ, അതിന് ഒരു വക്രതയും അവൻ വരുത്തിയിട്ടില്ല. ഇവജ് എന്നാൽ വക്രത, കോട്ടം, ന്യൂനത എന്നാണ്. അതിന് യാതൊരു കോട്ടവുമില്ല എന്ന് പറഞ്ഞാൽ ഭാഷാപരമായും ആശയപരമായും ഒരു ന്യൂനതയുമില്ലാത്ത എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്നാണ്. ഖയ്യിമൻ, അത് ചൊവ്വായതാണ്. ഈ വേദം നേരായതാണ്, ചൊവ്വായതാണ്, വിലപിടിപ്പുള്ളതും അമൂല്യവുമാണ് എന്ന അർത്ഥവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വക്രതയുമില്ലാതെ നേർക്ക് നേരെ കാര്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥം. വിലമതിക്കാനാവാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആണ് ഈ വേദഗ്രന്ഥം. എന്തിനാണ് ഈ വേദഗ്രന്ഥം, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് തുടർന്ന് പറയുന്നു. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, അവനിൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതിനു വേണ്ടി ഈ ഖുർആനിലൂടെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ബഅസൻ ഷദീദിനെ കുറിച്ച്, കഠിനമായ ശിക്ഷയെക്കുറിച്ച്, ധിക്കാരികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിനമായ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് ഈ വേദഗ്രന്ഥത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. വയുബശ്ശിറൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്നതിനും വേണ്ടി
അള്ളാഹു അല്ലെങ്കിൽ അവൻ്റെ റസൂൽ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുകയാണ് ഈ വേദഗ്രന്ഥത്തിലൂടെ. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ. അപ്പോൾ ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ചുള്ള നല്ല കർമ്മങ്ങൾ അയാളിൽ നിന്ന് ഉണ്ടാവണം. വിശ്വാസം മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ കൂടി വേണം സന്തോഷവാർത്ത ലഭിക്കാൻ. എന്താണ് സന്തോഷവാർത്ത? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് നല്ല വിശിഷ്ടമായ പ്രതിഫലം ഉണ്ട് എന്നതാണ്. അതാണ് സന്തോഷവാർത്തയായി സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികൾക്ക് ഖുർആനിലൂടെ നൽകുന്നത്. അജ്റൻ ഹസന ഉണ്ടാവുമെന്നാണ് സന്തോഷവാർത്ത. അജ്റ് എന്നാൽ പ്രവർത്തിച്ചതിനുള്ള ഫലമായി ലഭിക്കുന്ന കൂലി, പ്രതിഫലം എന്നാണ്. മാക്കിസീന ഫീഹി അബദ, അവരതിൽ ആ അജ്റിൽ എന്നെന്നും വസിക്കുന്നവരായിരിക്കും. ഇവിടെ അജ്റൻ ഹസന, ഉത്തമമായ പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗം എന്ന അർത്ഥത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ പൊതുവിൽ വിശദീകരിച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൽ അവരെന്നെന്നും വസിക്കുന്നവരായിരിക്കും എന്നാണ് അപ്പോൾ മാക്കിസീന ഫീഹി അബദ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നാൽ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്നതിന് സാധാരണ ഖാലിദീന എന്നാണ് പറയാറുള്ളത്. അത് പറയാതെ ഇവിടെ മാക്കിസീന എന്ന് പറഞ്ഞതുകൊണ്ട്, മാക്കിസീന എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ സ്ഥിരതയോടെ താമസിക്കുക എന്നാണ്. ഇവിടെ അങ്ങനെ പ്രയോഗിച്ചത് ഈ ലോകത്തെയും പരലോകത്തെയും കർമ്മഫലങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലഭിച്ച ശേഷം ആ പ്രതിഫലത്തിൽ അവർ സ്ഥിരത നേടുന്നു എന്നതിനെയാണ് മാക്കിസീന ഫീഹി അബദ എന്നത് സൂചിപ്പിക്കുന്നത് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ സത്യവിശ്വാസികൾക്ക് അജ്റൻ ഹസന ഉണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നത് ഈ ലോകത്തെ അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി അവർക്ക് ലഭിക്കുന്ന വിജയവും സഹായവും മുന്നേറ്റവും അതുപോലെ പരലോകത്ത് അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്ന സ്വർഗവും എല്ലാം ഉൾപ്പെടുന്നു എന്നാണ് ഭാഷാപരമായ ഈ പ്രയോഗത്തെ വിശകലനം ചെയ്തുകൊണ്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രണ്ടായാലും വ്യത്യാസമൊന്നുമില്ല. ഖുർആൻ സത്യവിശ്വാസികൾക്ക് അവരുടെ കർമ്മഫലമായി വാഗ്ദാനം ചെയ്യുന്നത് അന്തിമമായി സ്വർഗം തന്നെയാണ്. ആ കർമ്മഫലത്തിൽ അവർ സ്ഥിരവാസികളുമായിരിക്കും. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.